സുഹൃത്തുക്കളെ, മാനുഷിക ലൈംഗിക ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണത്തിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ പ്രധാനമായും മനുഷ്യൻ്റെ ലൈംഗിക ജീവിതം, അതിൻ്റെ രൂപത്തെയും സ്വഭാവത്തെയും ഉള്ളടക്കത്തെയും നിശ്ചയിക്കുന്നത് ജീവിതത്തോടുള്ള അവൻ്റെ പൊതുവായ സമീപനവും ജീവനെപ്പറ്റിയുള്ള അവൻ്റെ ദർശനവുമാണ് എന്ന ആശയമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് 2 വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ആദ്യമേ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണ് ഞാൻ വന്നത്. അപ്പോൾ അത് ഒരു കാഴ്ചപ്പാടാണ്, ഒരു ലക്ഷ്യമാണ്. എന്താണ്? ജീവിച്ചാൽ മാത്രം പോലെ സമൃദ്ധമായ ജീവൻ. എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്, ഹോൾനെസ്. വളരെ വളരെ പ്രത്യേകതയുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിൽ തന്നെ ഒരു ലോകദർശനമാണ്, വേൾഡ് വ്യൂ ആണ്. അതിൻ്റെ പൂർണ്ണതയിൽ പ്രതിപാദിപ്പാൻ ഒരു വീഡിയോയിലോ 10 വീഡിയോ കൊണ്ടോ സാധ്യമല്ല, നിങ്ങൾക്കറിയാം. ഇത് ഒരു വഴിക്ക്. എന്നാൽ ലോകം മുഴുവനും ഓടുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. അത് സമൃദ്ധമായ ജീവൻ എന്ന ലക്ഷ്യത്തിലേക്കല്ല, പിന്നെയോ വ്യക്തിപരമായ നിർവൃതി, എൻ്റെ നിർവൃതി, മൈ ഫുൾഫിൽമെൻറ്റ്. ഈ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിർവൃതി മനുഷ്യൻ മനസ്സിലാക്കുന്നതിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ആധുനിക ലോകത്തിൽ, ആധുനിക സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ലൈംഗികതയ്ക്കാണ് എന്നതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ട് അതാണ് ജീവിതത്തിൻ്റെ മനുഷ്യാവസ്ഥയുടെ ആത്യന്തികമായ സത്യം എന്നർത്ഥമില്ല. നാം അങ്ങനെ ഇപ്പോൾ കാണുന്നു. അപ്രകാരമുള്ളൊരു വ്യവസ്ഥിതിയും ലോകദർശനവുമാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതിനാണ് പ്രാബല്യം, അതിനാണ് വിശാലമായ സാർവലൗകിക സ്വീകാര്യത എന്നതിനർത്ഥമുള്ളൂ. അപ്പോൾ നാം ഏത് ദിശയിലേക്ക് തിരിയുന്നു, അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമ്മെയും ജീവിതാവസ്ഥകളെയും ലോകത്തെയും സഹജീവികളെയും കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഗാംഭീര്യമേറിയ ഘടകങ്ങളെയും നാം അറിയുകയും ഉപയോഗിക്കുകയും അല്ലെങ്കിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നത് എന്നത് പ്രാവർത്തിക സത്യമാണ്. അപ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഒരു ധാരണയുണ്ട്, എനിക്ക് നിങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ആ കഴിവിനെ നിങ്ങളോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ എപ്രകാരം ഉപയോഗിക്കണം? എനിക്ക് 2 വിധത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ വചന ശുശ്രൂഷ ഒരു കലാപരിപാടിയായിട്ടൊക്കെ മാറ്റുന്നത്. അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ ഒരു കഴിവിനെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും കരുതലിനെയും സൂചിപ്പിക്കാൻ ഉതകുന്ന ഒരു ഉപാധിയായി എനിക്ക് കാണുകയും അപ്രകാരം ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള സമീപനത്തിൽ ഞാനെന്ന ഭാവം വളരെ കുറഞ്ഞും നിങ്ങളോടുള്ള കരുതലും ബഹുമാനവും വളരെ കൂടിയുമിരിക്കും. ആ യാഥാർത്ഥ്യം ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വാക്കിലും പ്രതിബിംബിച്ചിരിക്കും. ഇപ്പം നിങ്ങളെ ഇംപ്രസ് ചെയ്യാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അത് വളരെ പ്രകടമായിരിക്കും. അപ്പോൾ ഇത് വ്യക്തമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 സാധ്യതകൾ. ഒന്ന്, സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ദർശനമനുസരിച്ച് സ്വന്തം വ്യക്തിത്വത്തെ രൂപീകരിക്കുക. അത് സംബന്ധമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമുക്കറിയാം. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം
ബന്ധമാണ്. ടോൾസ്റ്റോയ് ഞാനതിന് മുമ്പ് പ്രതിപാദിച്ച ഓൺ ലൈഫ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ജീവിതത്തെയും മതത്തെയും ഒറ്റ വാക്കിൽ ഒതുക്കാൻ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ബന്ധം എന്നാണ്. ഇഫ് എനിവൺ ആസ്ക്സ് മീ ടു റിഡ്യൂസ് ലൈഫ് ആൻഡ് റിലിജിയൻ ടു വൺ വേർഡ്, ഐ വുഡ് സേ റിലേഷൻഷിപ്പ്. വളരെ സത്യമാണ്. ടോൾസ്റ്റോയുടെ പ്രത്യേകതയാണ് വലിയ വലിയ ആശയങ്ങൾ ഏറ്റവും ലളിതമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ സമൃദ്ധമായ ജീവൻ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് എന്നതിനെപ്പറ്റി വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ആത്മാവ്, മനസ്സ്, ഹൃദയം, ശക്തി, ഊർജം. നമുക്കറിയാം സെക്ഷൽ എനർജി നമ്മൾ പറയത്തില്ലേ, ലൈംഗിക ഊർജം. അതെങ്ങനെ ഉപയോഗിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം അങ്ങനെ ഒരു ഊർജ്ജം ഇല്ലാതിരിക്കുന്നതാണോ, അതുണ്ടായിട്ട് വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള പക്വത പ്രാപിക്കുന്നതാണോ, ഏതാണ് നമുക്ക് നല്ലത്? അതൊരു സംശയം വേണ്ട. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇങ്ങനെ ഒരു ഊർജ്ജം, ഒരു എനർജി നമ്മുടെ ഉണ്ട് എന്നുള്ളതല്ല. ഇപ്പം ഡോക്ടേഴ്സ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോർമോണൽ എക്സ്പ്ലോഷൻ. അതിൻ്റെ മുമ്പിൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയും? എന്തുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്ക് ബന്ധമുണ്ടായിരുന്നത് ഡോക്ടേഴ്സിനോടാണ്. എന്തുകൊണ്ടോ അങ്ങനെ. ഒരു 25 വർഷം എനിക്ക് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ വളരെ വ്യാപകമായ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിന് മറ്റൊരു ചരിത്രം. അപ്പോൾ അവരൊക്കെ സാധാരണ ഡോക്ടേഴ്സ് പറയുമ്പോൾ ദ ഹോർമോണൽ എക്സ്പ്ലോഷൻ, ഈ ആറ്റം ബോംബ് പോലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പിൽ വ്യക്തികൾ നിസ്സഹായരാണ്. അപ്പോൾ വ്യക്തിത്വത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്, നിങ്ങൾക്കറിയാം. എന്നാൽ വചനം നമ്മോട് യേശു നമ്മോട് പറയുന്നത്, ഇത് യേശു പഴയ നിയമത്തെ ആസ്പദമാക്കിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് പറയുന്നത്? ഈ പൂർണ്ണതയെന്ന് പറയുമ്പോൾ അതിൽ പ്രാവർത്തികമായി അടങ്ങിയിരിക്കുന്നത് അബ്സോർപ്ഷൻ. അതായത് അതിനോട് നാം അതിൽ ഭാഗമായി തീരുക. എബൈഡ് ഇൻ, അങ്ങനെ ആ പദമാണ് യേശു ഉപയോഗിക്കുന്നത്. എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നോട് ബന്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ എൻ്റെ പൂർണ്ണത അംഗീകരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ബന്ധം പുലർത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യവും നിങ്ങളെനിക്ക് അനുവാദവും തന്നാൽ നിങ്ങളുടെ പൂർണ്ണതയോടുകൂടെ മാത്രമേ നിങ്ങളുടെ പൂർണ്ണതയോട് മാത്രമേ ഞാൻ ബന്ധം പുലർത്തുകയുള്ളൂ. ഇത് ഒരു പക്ഷേ നിങ്ങളെ ആരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. തൽഫലമായി നാം കപടഭക്തിയിലായി പോകുന്നു. എന്താണ് കപടഭക്തി? ജീവിതത്തിൻ്റെ, സമയത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് സൗകര്യമുള്ളപ്പോഴൊക്കെ ഇല്ലാത്ത ഭക്തി നടിച്ച്, നല്ല മാന്യതയൊക്കെ നടിച്ച് യേശുവിൻ്റെ സന്നിധിയിലിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ല പിള്ള ചമയുന്നു. ദൈവത്തെ നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൂടാ, കാണാൻ കണ്ണില്ല, കേൾക്കാൻ ചെവിയില്ല, മനസ്സിലാക്കാൻ ബുദ്ധിയില്ല നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ സാധ്യമല്ലെന്നാണ് യേശു പറയുന്നത്. ഞാൻ നിങ്ങളിൽ വസിക്കാം, നിങ്ങൾ എന്നിൽ വസിക്കാം. വസിക്കുക എന്ന് പറഞ്ഞാൽ നാം ഏതിൽ വസിക്കുന്നു അതിൻ്റെ പൂർണ്ണതയിൽ മാത്രം. അപ്പോൾ നിങ്ങൾ എന്നോട് ബന്ധം പുലർത്തുന്നുവെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത അംഗീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ നിങ്ങളോട് ബന്ധം പുലർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും പൂർണ്ണത അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. രണ്ട് പൂർണ്ണകൾ തമ്മിലുള്ള സമന്വയമാണ് ആത്മീയമായ സംസർഗം. ഇതൊന്നും മനസ്സിലാക്കാതെ വിശുദ്ധ സംസർഗം എന്ന് പറയുന്ന ഒരു കഷ്ണം അപ്പകഷ്ണത്തിലും ഒരു സ്പൂൺ മുന്തിരിച്ചാൽ ഒതുക്കുകയാണ്. ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എത്രമാത്രം നികൃഷ്ടമാണ്, എത്രമാത്രം ബാലിശമാണ്. വെറും അർത്ഥശൂന്യമായ സങ്കല്പങ്ങൾ.
യേശുവിൻ്റെ വ്യക്തിത്വത്തെ, യേശുവിൻ്റെ ദർശനത്തെയോ അല്പം പോലും ഉൾക്കൊള്ളുവാൻ ഒരു മനസ്സുമില്ലാതെ അതിന് പകരം ഏതാണ്ടൊക്കെ കൊണ്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തോട് നാം ബന്ധം പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തൽഫലമായി അതുകൊണ്ട് തന്നെ നാം അറിയാതെ നാം പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മുമ്പുള്ള 2 വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ലൈംഗികമായ വികാരങ്ങളും പ്രവണതകളും കടിഞ്ഞാൺ വിട്ട് ഈ ഒരിക്കലും മെരുക്കിയെടി എടുക്കാൻ വയ്യാത്ത കാട്ടുകുതിരയെ പോലെ എടുത്ത് ചാടിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിലുള്ള ആ അപര്യാപ്തത കൊണ്ടാണ്. അത് ഭാഗികമാണ്, അത് ശരീരത്തെ മാത്രം, മാംസത്തെ മാത്രം കേന്ദ്രീകരിച്ചായതുകൊണ്ടാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്ന ആശയങ്ങൾ ഗ്രേഡഡ് ഐഡിയാസാണ്. അതുകൊണ്ട് ഇതിന് മുൻപുള്ള വീഡിയോകൾ കണ്ട് അതിൻ്റെ ആശയങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സമീപനം, പൂർണ്ണതയുടെ സമീപനം. ഈ പൂർണ്ണതയുടെ ഉള്ളിൽ എല്ലാം ഉൾക്കൊള്ളുന്നുവെന്ന് മാത്രമല്ല, ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് മറ്റുള്ള എല്ലാറ്റിനോടുമുള്ള ആ ഒരു സഹകരണത്തിൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹാർമണി വിത്ത് ഓൾ അതർ ആസ്പെക്ട്സ് അത് ആരോഗ്യപരമായി പ്രവർത്തിക്കുന്നു. അതാണ് പേഴ്സണാലിറ്റി ഇൻ ഇറ്റ്സ് ഹോൾനെസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻ ഇറ്റ്സ് ഹോൾനെസ്, അതാണ് അതിൻ്റെ അർത്ഥം. അതിന് പകരം മനുഷ്യരെന്താണ് സ്വീകരിക്കുന്നത്? ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ചെറിയ കഷ്ണങ്ങൾ മാത്രം സ്വീകരിച്ചിട്ട് സൗകര്യമനുസരിച്ച് അതിൻ്റെ പ്രവണതകളെ മാത്രം മുൻനിർത്തി അതിൻ്റെ പുറകെ പോയി തൽഫലമായി വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പരിപൂർണമായി കൈവിട്ടിട്ട് ഈ തിരഞ്ഞെടുത്ത ചെറിയ അല്പത്തരത്തിൻ്റെ നിയന്ത്രണവും വിട്ട് അതാണ്ട് കടിഞ്ഞാണില്ലാതെ എടുത്തു ചാടുന്നു, പിടിച്ചു നിർത്താൻ എനിക്ക് വയ്യ എന്നും പറയുന്നു. അതിൽ നാം അഭിമാനം കൊള്ളുന്നു. അതിനപ്പുറത്തൊരു സത്യമില്ല എന്ന് നാം നിർബന്ധിക്കുന്നു. ഈ ഒരു ഭ്രാന്ത് നാം നമ്മെ തന്നെ കബളിപ്പിക്കുകയും നമ്മെ തന്നെ പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ വലിയ കള്ളം, എക്സിസ്റ്റൻഷ്യൽ അൺട്രൂത്ത് എന്നാണ് ഞാനിതിനെപ്പറ്റി പറയുന്നത്. ഇത് നാം തിരിച്ചറിയണം. പക്ഷേ ഇത് തിരിച്ചറിയാൻ ഒരിക്കലും നമ്മെ അനുവദിക്കാത്ത വിധത്തിലാണ് സമൂഹവും സംസ്കാരവും സഭയും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യവും സഭയുടെ ജീവിതത്തിൽ നിന്ന്, സഭയുടെ എന്താണ് പറയുന്നത്, ആധ്യാത്മിക പ്രൊക്ലമേഷൻ, അതായത് പഠിപ്പീരുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥനകൾ എനിക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഈ യേശു വിഭാവന ചെയ്ത യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇതുവരെ പരിഗണിച്ച ആ ഒരു ലക്ഷ്യം, ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാഗികമായതിനോട് ഭാഗികമായി മാത്രം ബന്ധപ്പെടും. അത് മനസ്സിലാക്കുക. റിലേറ്റിംഗ് പാർട്ട്ലി ടു ദ പാർട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ അംശമെടുത്തിട്ട്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ അംശമെടുത്ത്, അതായത് ശരീരം എന്ന് പറഞ്ഞാൽ ലൈംഗികം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതുമില്ലാതാക്കി എല്ലാം ഒരു ചെറിയ ഒരു ആശയത്തിൽ കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സെക്സ്. ഇന്ന് ഭാരതത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, റിലിജിയൻ. ഇപ്പോൾ അയോധ്യയിൽ ഒരു ടെമ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതേ മണ്ടത്തരം നമ്മൾ നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്നു. സെക്സ് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം തരം, പിന്നെ സ്വർഗമാണെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ പോഷത്വം നമുക്ക് പറയാനില്ല. ഇത് മനുഷ്യൻ്റെ ഒരു വല്ലാത്ത വൈകല്യമാണ്. ചെറുതായതിനെ, അല്പമായതിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് അത് മാത്രമാണ് ആത്യന്തികമായ പ്രപഞ്ച സത്യമെന്ന് നിർബന്ധിക്കുന്ന, എരിവ് കാണിക്കുന്ന, ഈ ഭ്രാന്ത് പിടിച്ച ഈ ഒരു കാഴ്ചപ്പാട്, ഇത് മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് പുസ്തകം പറയുന്നത്, ഇപ്പോൾ നാം ഭാഗികമായി അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോൾ ഭാഗികമായത് മാറിപ്പോകും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ പർട്ടിക്കുലർ വേഴ്സ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ ഭാഗികമായ കാഴ്ചപ്പാട്, അതാണ് നമ്മുടെ പ്രശ്നം.
അത് ലൈംഗികമായ പ്രശ്നം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഭാഗികമായ കാഴ്ചപ്പാടിലാണ്. ഉദാഹരണം പറഞ്ഞാൽ, ചരിത്രം നമ്മെ അറിയിക്കുന്നൊരു വലിയ സത്യം, 2 നെയ്ബറിങ് കൺട്രീസ് ക്യാൻ നെവർ ബി അറ്റ് പീസ്. 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കത്തില്ല. കാരണം എന്താണ്? ഇത് രണ്ടും മനസ്സിലാക്കാത്ത കാര്യം, തങ്ങളിൽ തന്നെ പൂർണ്ണരല്ല. ഈ രാജ്യങ്ങൾ മുഴുവനും ഒരു ഭൂഗോളത്തിൻ്റെ അഭേദ്യമായ ഘടകങ്ങളാണ്. ഇപ്പോൾ യഹൂദന്മാരും പലസ്തീനികളും തമ്മിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്നു. അവർ സഹോദരീ സഹോദരങ്ങളാണ്. ഒരു വ്യക്തിയില്ലാതെ മറ്റൊരു വ്യക്തിക്ക് കഴിയാൻ സാധ്യമല്ല. ഇപ്പോൾ ഭാരതത്തിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ BJPക്ക് നേട്ടം വരണമെങ്കിൽ പാകിസ്ഥാൻ വേണം. പാകിസ്ഥാനും ഇല്ലെങ്കിൽ BJPക്ക് ഭയങ്കര തട്ടുകേടാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ വെറുക്കുന്നു, പക്ഷേ മുസ്ലിങ്ങളില്ലെങ്കിൽ BJPക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടാകില്ല. അതൊരു വലിയ സത്യത്തെ വിളിച്ചറിയിക്കുകയാണ്. നമുക്ക് പരസ്പരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. ഐ നീഡ് യു, യു നീഡ് മീ. എനിക്ക് നിങ്ങളുടെ സ്ഥാനമെടുക്കാനോ നിങ്ങൾക്ക് എന്നെ അവഗണിച്ച് മുൻപോട്ട് ഓടുവാനോ സാധ്യമല്ല. ഐദർ വി സ്വിം ഓർ വി സിങ്ക് ടുഗദർ. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ആധുനിക സംസ്കാരം സൃഷ്ടിച്ച ഒരു ഭ്രമമുണ്ട്. എന്താണ് ഈ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന വളരെ വിവാദമുണ്ടാക്കിയ പുസ്തകം, പ്രൊഫസർ സാമ്യുവൽ ഹണ്ടിങ്ടൺ. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ദി മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റ് ഓഫ് മോഡേൺ കൾച്ചർ ഇസ് ദി എമർജൻസ് ഓഫ് ദി ഓട്ടോണമസ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻഡിവിജ്വൽ. അതായത് ഞാൻ എന്നിൽ തന്നെ പര്യാപ്തമാണ്, എനിക്കാരുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കുന്നതാണ് ആധുനിക സംസ്കാരത്തിൻ്റെ ഏറ്റവും ആധികാരികമായൊരു സ്വഭാവം. അതാണ് ഇതിൻ്റെ ശാപവും എന്നുകൂടെ മനസ്സിലാക്കുക. ഈ കാഴ്ചപ്പാട് കൊണ്ടാണ് അയൽക്കാരനെ ഇല്ലാതാക്കിയാൽ പിന്നെ എനിക്ക് സുഖം. പക്ഷെ ഇതിൻ്റെ ആരംഭം ഇവിടെയൊന്നുമല്ല. ഇതിൻ്റെ ആരംഭം വളരെ പഴക്കത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കയീൻ എന്തുകൊണ്ട് ഹാബേലിനെ കൊന്നു? അവനെ കൊന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഏക അവകാശം ഞാനായിത്തീരും. ഇത് മനുഷ്യൻ്റെ ഭ്രാന്താണ്. അതേ ഭ്രാന്ത് മനുഷ്യൻ്റെ ലൈംഗിക ജീവിതത്തിലുമുണ്ട്. ഇത് നാം മനസ്സിലാക്കുക. ഇത് ഒരു രോഗത്തിൻ്റെ അവസ്ഥയാണ്. ഇത് നോർമലല്ല. നമ്മളത് എത്ര നോർമലാണെന്ന് സാംസ്കാരികമായി വാദിച്ചാലും അതൊരിക്കലും നോർമലാകുകയില്ല. ഇതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പ്രകൃതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതല്ല. ഇതൊരു വൈകൃതമാണ്. ഇത് നമുക്ക് എന്തുകൊണ്ടോ പറയാനോ അംഗീകരിക്കുവാനോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ യുവതീവാക്കന്മാരെയോ പറഞ്ഞ് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. കാരണം നാം അവരോട് പറഞ്ഞാലും സ്വീകരിക്കില്ല. കാരണം നമ്മുടെ ജീവിതത്തെ അവർ പരിശോധിക്കുമ്പോൾ ഈ മർമ്മത്തെ നാം എപ്പോഴെങ്കിലും മാനിച്ച് ജീവിച്ചതായി യാതൊരു തെളിവോ അനുഭവമോ അവർക്കില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അല്പത്തരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചവരാണ്. ചെറിയ 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 കാര്യങ്ങൾ, ഇപ്പോൾ സഭാജീവിതം തന്നെ നോക്കിയാൽ നമുക്കറിയാം, എത്രയോ ബൃഹത്തരമായ മനോഹരമായ ആത്മീയ ദർശനം യേശു തന്നു. അതിൻ്റെ ഓരോരോ കോണ്, വാലിൻ്റെ അറ്റത്തെ ഒരു മുടി എടുത്ത് പിടിച്ചിട്ട് അത് മാത്രമാണ്. അപ്പോൾ ഞാൻ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലേ കിടക്കത്തുള്ളൂ, ഞാൻ കോട്ടയത്ത് ദേവരോഗ വരമനയുടെ കുശിനിയിലേ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു അഭിമാനമാണ്. എന്നാലത് ഭ്രാന്താണ് എന്നാരും തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വിവിധ സഭകൾ, ഓരോ സഭയും ഓരോ അപ്പോസ്തോലൻ്റെ പേരാണ് പറയുന്നത്. അപ്പോസ്തോലൻ്റെ കൈവപ്പെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ കൈവപ്പെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഇപ്പോൾ കത്തോലിക്കർക്ക് പത്രോസിൻ്റെ കൈവപ്പുണ്ട്. ഇവിടെ വരുമ്പം കർത്തവക്കാർക്കും ഓർത്തഡോക്സുകാർക്കുമൊക്കെ അപ്പോസ്തോലൻ്റെ കൈവപ്പുണ്ട്. എന്നാൽ അതും പോരാഞ്ഞ് യാക്കോബക്കാർക്ക് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലും കിടക്കണം. ഇങ്ങനെ പറഞ്ഞ് ഭ്രാന്ത് അതുകൊണ്ട് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുകയും മൃഗങ്ങളെക്കാൾ മോശമാക്കി പെരുമാറ്റുകയും അതാണ് സ്വർഗത്തിൽ പോകാനുള്ള പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക്, യുവതീവാക്കന്മാർക്ക് ലൈംഗിക ഭ്രാന്ത് ഉണ്ടാകരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ആദ്യം നമ്മുടെ ഭ്രാന്തൊന്ന് മാറ്റ്, എന്നിട്ട് നമുക്ക് ചിന്തിച്ചുകൂടെ? എന്നിട്ട് അവരോട് വല്ലതും പറഞ്ഞു. ഇപ്പോഴത്തെ യുവതീവാക്കന്മാർ നിങ്ങൾ ഞാനും പറയുന്ന കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
മെത്രാനും പുരോഹിതനും പറയുന്നവർ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അവർ പുച്ഛിച്ച് തള്ളിക്കളയും. കാരണം ദേ ഹാവ് സീൻ ത്രൂ ഇറ്റ് ഓൾ. ഞാൻ ആയിരക്കണക്കിന് യുവതിയുവാക്കന്മാരോട് 40 വർഷം നിരന്തരം സംസാരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട വ്യക്തിയാണ്. അവർ ഈ നമ്മൾ നടത്തുന്ന നാടകത്തിൻ്റെ പുറകിൽ ഉള്ളതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ ഈ കളി ഇനിയും കളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ആത്മീയമായ ശുശ്രൂഷ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓൾ റൗണ്ട് അനാസ്ഥ, കോംപ്രിഹെൻസീവ് അനാർക്കി, അതിനെന്തെങ്കിലും മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുമോ? ഇപ്പോൾ തന്നെ ഈ എറണാകുളം അങ്കമാലി ഡയസസ് സർവ്വ മലബാർ സഭയുടെ കുർബാന തർക്കം എന്താണത്? ഒരംശത്തെ, ഞാൻ കുതിരയുടെ വാലെന്ന് ഞാൻ പറഞ്ഞു, വാലിൻ്റെ ഒരു മുടിയുടെ ഒരറ്റം അതിൽ പിടിച്ചുകൊണ്ട് കിഴക്കോട്ടാണോ പടിഞ്ഞോട്ടാണോ പുരോഹിതൻ തിരിഞ്ഞ് നിൽക്കേണ്ടത്. അതിൽ രക്തച്ചൊരിച്ചിൽ നടത്താൻ തയ്യാറാണ്. ആ ഭ്രാന്തും യുവതിയുവാക്കന്മാർക്ക് അവരുടെ വ്യക്തിത്വ ജീവിത വികസനത്തിൽ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയും, ഇതിലേതാണ് കൂടുതൽ പരിശുദ്ധം? എനിക്ക് യാതൊരു സംശയവുമില്ല. ദ വേഴ്സ്റ്റ് സെക്ഷൽ അനാർക്കി ഓഫ് എ യങ് മാൻ, എ യങ് വുമൻ ഈസ് മോർ അക്സെപ്റ്റബിൾ സ്പിരിച്വലി than this kind of cynical, senile, stupid, parochial controversies. And that too about the body and blood of Jesus Christ. ഇത് പറയുന്ന നമുക്ക്, ഇതിനെ സഹിക്കാവുന്ന നമുക്ക് ഏത് ഭ്രാന്തും സഹിക്കാൻ കഴിയണം. നമുക്കൊന്നിനെ പറ്റിയും പരാതി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ ലൈംഗികത, അതിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നാം പറയുന്ന അരാജകത്വം, അതിന് ഒരു കുറുക്കു വഴിയിൽ കൂടെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അമ്പയെ തെറ്റിപ്പോയി. ഈ വളരെയധികം പാളിച്ചകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാളിച്ചകളെല്ലാം ബൈ പ്രോഡക്ട്സാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റെന്തോ ചെയ്യുന്നതിൻ്റെ പരിണിതഫലമായി നാം അറിയാതെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒറിജിനൽ പ്രക്രിയ തിരുത്തുക. നമ്മുടെ സമീപനത്തിൽ സ്ഥിതി ചെയ്യുന്ന, പൊതുവായ സമീപനത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകാരവും ഭ്രാന്തും ഔചിത്യരാഹിത്യവും പൊട്ടത്തരവും ബാലിശമായ ചിന്തകളും ഭാഗികമായ വികാരങ്ങളും ഇക്കിളികളും ഒന്നും ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് യുവതിയുവാക്കന്മാർക്ക് ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തൻ്റെ ഇടമോ ആധ്യാത്മിക വ്യക്തിത്വമോ ആർക്കും ഇന്ന് സഭകളുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് യുവതിയുവാക്കന്മാർക്ക് പ്രയോജനം വരുന്ന ഒരു ശുശ്രൂഷയും ഒരു സഭയിലും നടക്കുന്നില്ല. യൂത്ത് ലീഗൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അവർക്ക് പ്രയോജനം വരുന്ന, അവരുടെ ജീവിത അവസ്ഥകളെ മനസ്സിലാക്കുവാനും അവയെ കാര്യക്ഷമതയോട് കൈകാര്യം ചെയ്യുവാൻ അവരെ സഹായിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിശീലനമോ ഒരു ദൗത്യമോ ഒരു സർവീസോ ഒരു സഭയും നടത്തുവാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പൊതുവായ പരാജയം എത്ര ഭീകരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു പ്രശ്നത്തിന് നാം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഞൊടുക്കുവിദ്യയിലുള്ള ഷോർട്ട് കട്ടിലുള്ള ഒരു സൊല്യൂഷനുമില്ല. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സെക്സിൽ നിന്ന് സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയണം. സെക്സ് എന്നുള്ളത് ഈ ഭാഗികമായ മാംസപിണ്ഡത്തിൻ്റെ ദാഹമാണ്. എന്നാൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയിൽ സ്ഥിതി ചെയ്യുന്ന അഭൗമമായൊരു ദാഹമുണ്ട്. അതാണ് ലവ്. മദർ തെരേസ അത് മനോഹരമായി പറഞ്ഞില്ലേ, ദ ഡീപ്പസ്റ്റ് തേഴ്സ്റ്റ് ഓഫ് മാൻ ഈസ് നോട്ട് ഈവൻ ടു ലവ്, നോട്ട് ഈവൻ ടു ബി ലവ്ഡ് ബട്ട് ടു ലവ്. സ്നേഹിക്കപ്പെടണം എന്നതിനേക്കാൾ ആഴമേറിയ അഗാധമായ ദാഹമാണ് എനിക്ക് സ്നേഹിക്കണം. അതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ദാഹമാണ്. അതിന് പകരം ഐ മസ്റ്റ് ഹാവ് സെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, ഭ്രാന്ത് പിടിച്ച്. പിന്നെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, മുട്ടുന്നു, കിട്ടുന്നു, തട്ടുന്നു, പൊട്ടുന്നു, ഇങ്ങനെ കൊണ്ട് നടക്കുക. അപ്പം അയ്യോ, അത് യുവതിയുവാക്കന്മാരങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ അത് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, അത് സ്വീകരിപ്പാനുള്ള ഒരു വിധേയത്വം, അതിൻ്റെ അച്ചടക്കം അംഗീകരിപ്പാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യും?
അതുകൊണ്ട് വാസ്തവത്തിൽ ആജീവനാന്തം യുവതി യുവാക്കന്മാരുടെ മധ്യത്തിൽ സേവനം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ ഭാരത്തോടും ദുഃഖത്തോടും കൂടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും. വാസ്തവത്തിൽ we have failed the youth. We are still doing enormous disservice to them. The youth are the victims of our many failures. പ്രത്യേകിച്ച് സഭയുടെ, അതിനോടനുബന്ധിച്ച് മാതാപിതാക്കന്മാരുടെ, എല്ലാറ്റിനുമുപരി സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും. അതിനുശേഷമാണ് മാറി നിന്നുകൊണ്ട് അയ്യോ അവരൊക്കെ ലൈംഗിക അരാജകത്വത്തിലേക്ക് വഴുകിപ്പോകുന്നു, നമ്മൾ പരിശുദ്ധന്മാരായി ഇതാ മദ്ബഹായിൽ ഇങ്ങനെ കയറി കുരിശും വരച്ച് കുന്തിരുക്കൊമ്പ് വെച്ച് ബാറയ്ക്ക് മോറാനടിച്ച് ഇങ്ങനെ നിൽക്കുന്നു, നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരു കാല് പൊക്കി പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല സാറേ. ഇത് വാസ്തവത്തിൽ നമ്മെ ലജ്ജിപ്പിക്കേണ്ട ഒരവസ്ഥയാണ്, അർത്ഥശൂന്യതയാണിത് എന്ന് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചിത്രീകരിക്കാമെന്ന് പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരോടുമുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ യുവതി യുവാക്കന്മാരെ പറ്റി ഒരു ഉത്തരവാദിത്വം, അഭൂതപൂർവ്വ ഉത്തരവാദിത്വം ജനിക്കേണ്ട നാൾ വൈകിയിരിക്കുന്നുവെന്നും കൂടെ സൂചിപ്പിച്ച് ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നു.